ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. മസാലയൊന്നും വഴറ്റാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കിടിലൻ സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇളം ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഡ്രൈ ഈസ്റ്റ് ആണ് എടുക്കുന്നെങ്കിൽ ഈ സമയത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇതിൽ ചേർത്ത മുട്ടയൊക്കെ നല്ല രീതിയിൽ മിക്സായി കിട്ടണം. ഇനിയിപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ വിസ്ക് വെച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പോൾ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത്. നമുക്ക് ഇത്രയും കട്ടിക്ക് വേണ്ട. ഇത് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ പാലൊഴിച്ച് ഓവറായിട്ട് ലൂസാക്കി എടുക്കരുത്. കുറച്ച് നോക്കിയിട്ട് മാത്രം പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാൽ മാത്രമാണ് ചേർത്ത് കൊടുത്തത്. ഈ ഒരു ടെക്സ്ചറായി കിട്ടിയാൽ മതി കേട്ടോ. ഇതിനെയും കാട്ടി ലൂസാക്കിയിട്ട് എടുക്കരുത്. ഇനി ഇത് ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 1 മണിക്കൂറോളം ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ഈസ്റ്റ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടുന്നതാണ്. പിന്നെ ഡബിൾ സൈസ് ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മിനിമം 1 മണിക്കൂർ വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂറിന് ശേഷം എടുത്തതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ടൈമിൽ വെച്ചാൽ ഇത് നല്ല രീതിയിൽ തന്നെ പൊങ്ങി കിട്ടും. നമുക്ക് അത്രയൊന്നും പൊങ്ങേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിലായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം തക്കാളി അതിൻ്റെ കുരുവും വെള്ളമൊക്കെ കളഞ്ഞ് ചെറുതാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പോളം മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ചിക്കനൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും ഇതുവരെ ഈ ഒരു സ്നാക്ക് കഴിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഒരു പാൻ എടുക്കാം. അതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പാനിലേക്ക് കുറച്ച് ചെറുതാക്കി കട്ടാക്കിയ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചിക്കനും കൂടി നമ്മൾ നേരത്തെ ബാക്കി വെക്കാൻ പറഞ്ഞില്ല, ആ ചിക്കനും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കനൊക്കെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ അത്രയ്ക്കും ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബാറ്ററി ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അടിഭാഗത്ത് വെച്ചതുപോലെ തന്നെ ക്യാപ്സിക്കം കട്ടാക്കിയതും ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ മതി കേട്ടോ ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലൊരു മൂട് വെച്ചിട്ട് അടച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റിന് മുന്നേ ഞാൻ തുറന്ന് നോക്കിയത്. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ അടിഭാഗമൊക്കെ കുക്കായിട്ടുണ്ട്. മുകൾ ഭാഗവും നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് ഈ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം കേട്ടോ. അതിനായിട്ട് വേറൊരു പാനിലേക്ക് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റോളം ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ സൈഡ് നല്ല രീതിയിൽ തന്നെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ലൊരു ബ്രൗൺ നിറമായിട്ട് വരും കേട്ടോ. ഇനി ഇത് നമുക്കൊരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നല്ല ചൂടോട് കൂടി തന്നെ നല്ല ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കിടിലൻ സ്നാക്കാണ്. ഇത് നമുക്ക് ചായയുടെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.